വൈദ്യുതി വൈദ്യുതി ഇത് പുതിയ ഉടുപ്പാണിത്. നല്ലൊരു ഉടുപ്പ് അല്ലേ? നല്ല ഉടുപ്പ്, നല്ല രസമുണ്ട്. അതിന്റെ റെഡിലത്തെ ഒരു ടെക്സ്ചർ കാണാൻ വേണ്ടി ഭയങ്കര രസമുണ്ട്. ഇത് എവിടുന്ന് മേടിച്ച ഉടുപ്പാ? ഇവിടുന്ന് കിട്ടിയ ഉടുപ്പാണോ? അമ്മേന്റെ ആരോ വാങ്ങിച്ചെന്ന ഉടുപ്പ്. അമ്മേന്റെ ആരോ ഉടുപ്പാണ് ഇത്. സുന്ദരിയായിട്ടുണ്ട് എന്തായാലും. തലയിലും റെഡ് തന്നെയാണോ? ക്ലിപ്പ് നോക്കട്ടെ. അത് ക്ലിപ്പല്ലായിരുന്നു ചേച്ചി, അത് കുഞ്ഞു 2 റോസാപ്പൂ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് കൊത്തുപണികളുണ്ട്. തല ഇങ്ങനെയൊക്കെ കുറച്ച് സൂം ചെയ്യണം. ഇപ്പൊ കണ്ണാടി വലുതായി വരുന്നുണ്ടോ? എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സെയിം പുതിയ കണ്ണാടി അല്ല. ഇപ്പൊ ദിയക്കുട്ടിയെ പോലെ നമ്മുടെ ഷൂ ഒരു സിഗ്നേച്ചർ കണ്ണാടി ഇടേണ്ട സ്ഥിതിയായി. അതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ദിയക്കുട്ടി ഹെയർ കട്ട് ചെയ്തു, ഇപ്രാവശ്യം പറഞ്ഞ കണ്ണാടി. 2 സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിട്ട്. വയസ്സ് കൂടുന്നത് എന്റെ ഒരു തെറ്റല്ല. അല്ല അത് മനസ്സിലാക്കാം. ഓക്കെ. ഏതാണ് പാട്ട്? തീയിലൊരുക്കി. നമ്മൾ പറഞ്ഞല്ലോ, തീയിലൊരുക്കി തൃത്തകീടാക്കി. രസമുള്ള പാട്ടാണേ. കോൺഫിഡന്റ് ആണോ? അതിനൊന്നും സംശയമില്ല, എല്ലാം റെഡിയാണ്. എല്ലാം ആ മൂളലുണ്ട്, പാടിയാ മതി. യെസ്, നമ്മുടെ ദ്വിതിക്കുട്ടി പാടാൻ പോവാ. പ്രേക്ഷകരെല്ലാരും QR കോഡ് സ്കാൻ ചെയ്ത് ദ്വിതിക്കുട്ടിക്ക് വോട്ട് ചെയ്യാ. ഓൾ ദ വെരി ബെസ്റ്റ്. ശരി.
ദ്യുതിക്കുട്ടിയുടെ വോക്കൽസ് അങ്ങനെയാണ്, ഒരു പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റിയ ഒരു വോക്കൽസ്, യെസ്. ക്ലീൻ ആയിട്ട് മേലക്കൊന്നും ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയി പാടാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ വോക്കൽസ്. അത് മാത്രല്ല എനിക്ക് പലപ്പോഴും ദ്യുതിക്കുട്ടിയുടെ വോയിസ് തോന്നിയിട്ട് ഈ പൂച്ച താഴേക്ക് വീഴുമ്പോ 4 കല്ല് വീഴില്ലേ, അതുപോലെ പലപ്പോഴും എന്താ പറയാ നോട്ടൊന്നും അങ്ങനെ ഇതാവില്ല, അതെങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങ് നിന്നോളെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്റെ കുട്ടിയെ വെറുതെ പൂച്ചാന്നൊന്നും വിളിക്കരുത്. അങ്ങനെയല്ല, ശ്ശെ, നല്ലതും പറയാൻ പറ്റില്ല. ദ്യുതിക്കുട്ടാ ഞാൻ അങ്ങനെ വിളിച്ചില്ലല്ലോ. ആ ആ, best. വിളിച്ചാൽ എന്താ ഇപ്പൊ, വിളിച്ചില്ലെങ്കിൽ എന്താ? മീനുകൂടാ എന്തോ ഒരു മാർക്ക് കൊടുത്തേ. കൊടുത്തു. മീനുകുട്ടന്റെ മാർക്ക് എത്ര? ഞാൻ 100 കൊടുക്കൂ. അതെയാ? ആണോ? കാരണം എനിക്ക് ദ്യുതിക്കുട്ടി അത്ര ഇഷ്ടമാ. ഈ ഡിപ്ലോമസി കണ്ടുപിടിച്ച ആളാണല്ലേ? അല്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കാറില്ലല്ലോ 100. കൊടുക്കാറുണ്ടല്ലോ. ഇല്ലല്ലോ, ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എത്ര പേർക്ക് 98 കൊടുത്തിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് 97 കൊടുത്തിട്ടുണ്ട്. ന്യായമായ ഒരു മാർക്ക് പറ. 98.75. It is going to be 98.5 out of 100. അപ്പൊ MJ അങ്കിൾ, നമുക്ക് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ദ്വിതിക്കുട്ടിയാണ്. സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വെല്ലിച്ചിനെയും വെല്ലുമ്മയും കൊണ്ട് കൊടുപ്പിച്ചാലോ ഗിഫ്റ്റ്? കൊടുക്കാം. Yes. ഓക്കെ, അപ്പൊ 2 പേര് സ്റ്റേജിലേക്ക് വായോ.